ഏത് സമയത്തും നമുക്ക് മരണപ്പെടാം. ആ പേടിയുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അന്നോമോ അഹുൽ മൗത്ത്, മരണത്തിൻ്റെ സഹോദരനായ ഉറക്കിൻ്റെ ഘട്ടത്തിൽ അതിൻ്റെ മുമ്പ് ഒരു തെറ്റോ ഒരു യൂട്യൂബ് ഓണാക്കലോ അല്ലെങ്കിൽ ഹറാമുകളിലേക്ക് പോകലോ ഉണ്ടാവില്ല. ഓരോരുത്തരും ഉറങ്ങണ സമയത്ത് മലക്ക് വന്നിട്ട് പറയും ഇഖ്തിം ബി ഖൈരിൻ, എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് ഉറങ്ങണേ മോനെ. അത്തരക്കാരാ സ്വലാത്ത് ദിക്ർ ഉളുവല്ലായിട്ട് പോണത്. ഇബ്ലീസ് വന്നിട്ട് അതേ സമയത്ത് തന്നെ പറയും ഇഖ്തിം ബി ശർരിൻ, അല്ലടാ ഇന്നല്ലേ നെറ്റ് തീർന്ന്, മുതലാക്ക് പോലെ വെറുതെ 2 GB കളയും. അങ്ങനെ അവൻ തെറ്റിലായി ഉറങ്ങും. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഇശാ നിസ്കാരം നിസ്കരിക്കാതെ വീട്ടിലേക്ക് പോയി ഉറങ്ങി, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ട് ആ ഉറക്കത്തിൽ മരിച്ച് പിന്നെ ഖബറിലേക്ക് എത്തിയിട്ട് മലക്കുകൾ തടവിയിട്ട് ജീവൻ തരുമ്പോൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കുരുടീസ് കല്ലുകളാണ്, ഖബറാണ്. ആ ഇശാ നിസ്കരിക്കാതെ ഉറങ്ങിയവൻ്റെ ദുരന്തം ആലോചിച്ച് നോക്കിയേ. കൂട്ടുകാരെ, എന്നാണ് മരണം എന്ന് നമുക്കറിയൂല. അതുകൊണ്ട് തന്നെ എപ്പോഴും മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നിൽക്കണം. എൻ്റെ മരണം പെട്ടെന്നുണ്ടാകുമോ എന്ന പേടി ഉണ്ടാവണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. 4ാമത്തെ പേടി മിൻ ഖിബലിൽ ഹഫള, നന്മ തിന്മ എഴുതുന്ന മലക്കുകളെ വിഷയത്തിലാണ് പേടി വേണ്ടത്. അയക്തുബു അലൈഹി മാ യുഫ്തലഹു ബിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നെ വഷളാക്കുന്ന എന്തെങ്കിലും എന്നെക്കുറിച്ച് ഇപ്പോൾ എഴുതി വെക്കുന്നുണ്ടോ എന്ന പേടി വേണം. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്, നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദിൻ്റെ മുമ്പിൽ നമ്മൾ ഫോണിൽ തെറ്റ് കാണുമോ? ഒരു ഉസ്താദിൻ്റെ അടുത്തുനിന്ന്, ഉമ്മാൻ്റെ അടുത്തുനിന്ന് വൃത്തികെട്ട ഒരു വീഡിയോ കാണുമോ? ചെയ്യോ? അശ്ലീലമായ സൈറ്റിലേക്ക് എത്തുമോ? അന്യ പെണ്ണിനോട് ചാറ്റ് ചെയ്യോ? അന്യ പുരുഷനോട് ചാറ്റ് ചെയ്യോ? ഇല്ല, ഇല്ലല്ലോ. ഒരു തങ്ങളുണ്ടെങ്കിലോ? ഇല്ല. ഭാര്യ ഉണ്ടെങ്കിൽ ഇല്ല. അള്ളുണ്ടെങ്കിലോ? അതെന്നല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ മലക്കൾ എഴുതി വെക്കുമെന്ന് പേടി വേണം. ആരൊക്കെ ഉണ്ടാവും അവിടെ? ആദം നബി അലൈഹിസ്സലാം മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കൾ, മഹാന്മാരായ ഔലിയാക്കൾ എല്ലാവരും മുമ്പിൽ നിന്നാണ് മൂപ്പര് 28ാം വയസ്സിലാണ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത്. 2,36,000 മണിക്കൂർ സിനിമ കാണാൻ വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് വായിച്ചാൽ, എന്ന് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപരാധം വായിച്ചാൽ, ഒരു അബദ്ധം ഉണ്ടായാൽ എത്ര വഷളത്തര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ കൊന്ന ആൾക്കാർ മുസ്ലിങ്ങളായിരുന്നു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ആ കൊന്നവരിൽ ഞാനും ഉണ്ടെങ്കിൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ നരകത്തിൽ ശിക്ഷയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സ്വർഗത്തേക്ക് പോകുമല്ലോ, സ്വർഗത്തിലേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല. കാരണം റസൂലുള്ളാഹിൻ്റെ മുമ്പിലേക്ക് കൂടിയല്ലേ പോകേണ്ടത്. തെറ്റ് ചെയ്ത കണ്ണോടുകൂടി അത്തങ്ങളെ കാണാൻ എനിക്കാവില്ല. ഈമാനിൻ്റെ വർത്താനാണത്. നമ്മളെക്കുറിച്ച് പറയൂലേ, ഭാര്യ ഉണ്ടായിരിക്കെ ആ ചങ്ങായി +2 പെൺപിള്ളേരെ നോക്കുന്ന ചങ്ങായിയാണ്. അയ്യട്ട, എന്ത് നാണക്കേടാണത്. നമ്മുടെ രഹസ്യം മുഴുവൻ പുറത്തേക്ക് വരില്ലേ? ഇത് നമുക്ക് പേടിയുണ്ടാവണം എന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 5ാമത്തെ പേടി എന്താണ്? ദുനിയാവ് കൊണ്ട് എനിക്ക് ആഖിറം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പേടി വേണം. സാലറി ഒക്കെ ടോപ്പാണ്, പക്ഷേ നിസ്കാരം അല്ലാഹുവൊന്നുമില്ല. പക്ഷേ ഒരൊറ്റ ജമാഅത്ത് നടക്കുന്നില്ല ഉസ്താദേ, സ്റ്റാഫിനെ വെച്ച് നോക്കി ആവുന്നില്ല. മുഅ്മിനീങ്ങളെ, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി വേണം. ആ
ആദ്യം ഒരു കിഡ്സിന്റെ ഷോപ്പ് മാത്രം ഉണ്ടായ കാലത്ത് ഓക്കെ പള്ളിയിലുണ്ട്. ദെൻ ലേഡീസിന്റെ തുടങ്ങിയപ്പോൾ പിന്നെ ജമാഅത്ത് പോയി. പിന്നെ ജെൻസിന്റെ തുടങ്ങിയപ്പോൾ ജുമ മാത്രമായി പോയി. അതൊരു പ്രശ്ന. അതാണ് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞത്, ഹാജിയാർക്ക് 6 മക്കളുണ്ട്. ഒരാൾ ബി ഫാം, മറ്റേയാൾ BDS, വേറൊരാൾ ഫാം ഡി, ഒരാൾ ആയുർവേദിക്, മറ്റേയാൾ MBBS, വേറൊരാൾ BDS മെഡിക്കലിൻ്റെ എല്ലാം ആയി. ഒരൊറ്റ എണ്ണത്തിന് ഫാത്തിയ തജ്വീദ് അനുസരിച്ച് അറിയില്ല. ഹാജിയാരെ 65 കൊല്ലത്തെ ജീവിതം നഷ്ടക്കച്ചവടമാണ്. കാരണം ഈ മക്കളെ അല്ല തന്നതെന്തിനാണ്? ഈ സമ്പത്ത് അല്ല തന്നതെന്തിനാണ്? ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗം കിട്ടാനാണ്. അതല്ലേ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ശത്രുക്കൾ ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, സുഹൈബേ, നീ മക്കയിൽ നിന്ന് സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവൻ മദീനയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കൂല, ഇപ്പൊ നിന്നെ കൊന്നുകളയും. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ സ്വത്താണ് നിങ്ങൾക്ക് ആവശ്യം. 2000 ദിർഹം ഇന്നാലിന്ന സ്ഥലത്തുണ്ട്, 2000 ദീനാർ ഇന്നാലിന്ന സ്ഥലത്തുണ്ട്, പോയി എടുക്കാം. ഇനി എന്നെയാണോ ആവശ്യം? ഓക്കെ, അവനായിൽ ഇഷ്ടം പോലെ അമ്പുകളുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇത് പറയുമ്പോഴേക്ക് അവരൊക്കെ പോയി. അവർക്ക് വേണ്ടത് ദുനിയാവാണ്. സുഹൈബ് തങ്ങൾ ഇതുവരെ സമ്പാദിച്ചതെല്ലാം അവിടെ ഇച്ചിട്ട് പോവുക, ഇട്ടേച്ചു പോകുന്നു. അപ്പൊ സുഹൈബ് തങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇബ്ലീസ് തോന്നിപ്പിച്ചു കൊടുക്കുക, അല്ല സുഹൈബ്, ഇതുവരെ സമ്പാദിച്ച മൊത്തം പോയില്ലേ, ഒന്നുമില്ലല്ലോ, വട്ടപൂജയാണല്ലോ കയ്യിൽ. അതിന് സുഹൈബ് തങ്ങൾ ഉത്തരം മനസ്സിന് കൊടുക്കുന്നു, എടാ സുഹൈബ്, നിനക്ക് മദീനയിൽ പുഞ്ചിരിക്കുന്ന മുഖമായി അഷ്റഫുൽ ഖൽഖായ മുത്തുനബിയില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവ് കൊണ്ട് ആഖിറം വിജയിക്കുകയാണ് വേണ്ടത്. ക്യാമ്പസിൽ ചെന്നുകൊണ്ട് അരുതായ്മകൾക്കെതിരെ നോ പറയാൻ കൂട്ടുകാരെ, ക്യാമ്പസ് കൂട്ടുകാരെ നമുക്ക് കഴിയണം. ഈ 4 കൊല്ലത്തെ ജീവിതം ഡിഗ്രി കാലം അല്ലെങ്കിൽ PG കാലം അല്ലെങ്കിൽ ഡിപ്ലോമ കാലം അല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് ഇടിച്ച് തകർത്ത് ലൈഫ് ഫോർ എൻജോയ് എന്ന ഡിങ്കോയിസം തിയറി അല്ല നമ്മൾ തലയിലേക്ക് കൊണ്ടുവരേണ്ടത്. എനിക്ക് ഈ ദുനിയാവ് കൊണ്ട് ആഹാരം കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത്. പേടി വേണം, എൻ്റെ ദുനിയാവ് കൊണ്ട് എനിക്ക് ആഹാരം പോകണ്ടോ? അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഗൾഫിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് തിരിച്ചു വരുമ്പോൾ ഷിർക്കാവുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ദുനിയാവ് 4 കുവൈത്തിൻ്റെ കേടി കിട്ടുമ്പോഴേക്ക് ആഹാരം മറക്കണതാ. അങ്ങനെ ആവരുത്. നമ്മൾ ദുനിയാവ് കൊണ്ട് ആഖിറം വിജയിച്ചവരെ പറ്റി പഠിക്കണം. ലാസ്റ്റത്തെ ആശയം കൂടി പറഞ്ഞു നിർത്തുന്നു. കുടുംബക്കാരെ കൊണ്ട്, മക്കളെ കൊണ്ട്, അഖിലുകാരെ കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് പേടി വേണം. ആ പേടി ഉണ്ടാവണം. പല രക്ഷിതാക്കളും മക്കളെ കൊണ്ട് നരകത്തിൽ പോകുന്നവരായിരിക്കും. കാരണം ഷർഹു ഉഖൂദുൽ ലജീൻ എന്ന ഗ്രന്ഥം പറയുന്നു ദീൻ പഠിപ്പിക്കാത്തതുകൊണ്ട്. ബാക്കിയൊക്കെ ഉണ്ടാവും. 6ാം ക്ലാസ് മദ്രസ ഒഴിവായിട്ടുണ്ടാവും. എന്താ ആചാര്യ മോളെ മദ്രസയിലേക്ക് ആക്കാതെ? 7ാം ക്ലാസ് അവൾ ഉണ്ടായ നല്ലതിന്. കാരണം പൊതുപരീക്ഷയല്ലേ, റാങ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മദ്രസക്ക് ഒരു അഭിമാനമല്ലേ. അപ്പം മൂപ്പര മറുപടി സദർ ഉസ്താദിനോട്, വലുതായില്ലേ, അത്യാവശ്യം വലുതായില്ലേ, SLCക്ക് പോകുന്നുണ്ട്, +2ന് പോകുന്നുണ്ട്, ഡിഗ്രിക്കും പോകുന്നുണ്ട്. അതെന്തേ? അതുണ്ടല്ല, മദ്രസയിലേക്ക് വരാനുള്ള പർദ്ദ ഇടുമ്പോൾ വലുത്, യൂണിഫോം ഇടുമ്പോൾ ചെറുത്. എന്നൊരു കാര്യം ചെയ്തോളി, പേര് മാറ്റിക്കോളി, മാജിക് ഫാത്തിമ കേട്ടോ. മദ്രസയിലേക്ക് പോകുമ്പോൾ വലുത്. ആരോടാ ഈ ഉടായിപ്പ്? എന്തിനാ ഈ ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കണം എന്ന് പറയുന്നത് അറിയാം? ആചാരേ, നിങ്ങളും മരിച്ചിട്ട് ഖബറിലെത്തിയാൽ അവിടെ വന്നിട്ട് ഫാത്തിയൊന്ന ഒരു മോന്, വീട്ടിൽ നിന്ന് ഫാത്തിയൊന്ന ഒരു മോള്, അതിനാണ് ഉസ്താദ് പറയണത്. വേറെ ഒന്നിനുമല്ല. മക്കളെ കൊണ്ട് സ്വർഗം കിട്ടിയവരാവണം. അധിക ആള് നരകത്തിൽ പോകാനുള്ള കാരണം
മുഹമ്മദ് നവവി അൽ ജാവി തങ്ങൾ ഉദ്ധരിക്കുന്ന ഗ്രന്ഥത്തിൽ കാണാം, ദീൻ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. ആ മക്കൾ പറയും ഉപ്പ എല്ലാം ഓക്കെ, ഓൺലൈൻ കാലത്തല്ല, ഹോട്ട്സ്പോട്ട് പിന്നെ നെറ്റ് കണക്ഷൻ എല്ലാം ഓക്കെ, ടാബ് മറ്റേ ലാപ്ടോപ്പ് സംവിധാനം എല്ലാം ഒക്കെ, പക്ഷെ ദീൻ പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് പുതിയ കാലത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കലാലയത്തിൽ ഹിജാബിൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ യൂണിഫോം അല്ലെങ്കിൽ ജുമാക്ക് വിടുന്നില്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനയായിട്ട് ഇടപെട്ടിട്ട് വിഷയത്തിൽ ഇടപെട്ടാൽ പാരൻസ് മീറ്റിംഗ് കോളേജ് വിളിക്കും. പാരൻസ് മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥരായ ഈ മുസ്ലിം വാപ്പമാരനെ എണീച്ചിട്ട് പറയും, ജുമാക്ക് മക്കളെ വിട്ടിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല, ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് കിട്ടിയാൽ മതി, ഫുൾ A+ കിട്ടിയാൽ മതി. വെള്ളത്തിലില്ലാത്ത ചൂടെന്തിനാ പിന്നെ ചെമ്പിന്, പിന്നെന്തിനാ ചെമ്പിന്? എൻ്റെ മോനെ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്? അങ്ങനത്തെ കലാലയത്തിലല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടത്? അവിടെയല്ലേ നമ്മൾ വിജയിക്കേണ്ടത്? മക്കളെ കൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ 2 കാര്യമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മക്കൾ നന്നായി കിട്ടാനാണ് ഈ 2 കാര്യം പറയണത്. ഒന്ന്, മാതാപിതാക്കൾ നല്ല ജീവിതം നയിക്കുക. ഇന്നല്ലാഹ ലാ യഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വലദ വലദിഹി വൽ ഖറിയത്തല്ലതി ഹുവ ഫീഹാ. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മക്കൾ നന്നാവാൻ മാതാപിതാക്കൾ നന്നായാൽ മതി. ഭർത്താവ് നന്നായ ഭാര്യ നന്നാവുന്ന ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയണത്. ഭാര്യൻ്റെ സ്വഭാവത്തിൽ ദൂഷ്യം, ഭർത്താവ് വഴിയോരത്തുനിന്ന് ഒന്നിക്ക് കച്ചവടത്തിൽ വഞ്ചന അല്ലെങ്കിൽ അന്യപെണ്ണിനെ നോക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഭാര്യക്ക് സ്വഭാവ ദൂഷ്യം. ഷഹറാനി ഇമാമിൻ്റെ ലവാഖിയുൽ ഉഹൂദുൽ മുഹമ്മദിയയിൽ കാണാം. ഞാനിത് വെറുതെ പരീക്ഷിച്ച് നോക്കിയതും കൂടി ഷഹറാനി ഇമാം പറയുന്നുണ്ട്. ജറബ്തു അന വമ്മു അബ്ദുറഹ്മാൻ, ഞാൻ വെറുതെ ഒരു ദുസ്വഭാവം കാണിച്ചു നോക്കുമ്പോൾ ഭാര്യയും മാറിയിട്ടുണ്ട്.